കുറേ നാളായിട്ട് ഈ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ആൻഡ് ഇനി അത് ചെയ്യാതിരിക്കാനായിട്ട് പറ്റില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊന്നും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബർമാരും നിങ്ങളോട് പറയില്ല. അത് പറയാതിരിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് യൂട്യൂബിലുള്ളൊരു നിലയും വിലയും, ഒരു സ്റ്റാറ്റസ്, ഈഗോ, ഇതൊക്കെ പറഞ്ഞ് നമ്മളെന്തിനാണ് നമ്മുടെ വില കളയുന്നത്? നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു റെക്ടാങ്കുലർ സ്ക്രീനാണ് ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി അതൊരു സ്മാർട്ട് ഫോൺ ആയിരിക്കും. ആൻഡ് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് ഞാൻ നിങ്ങളോട് മിണ്ടിക്കൊണ്ടിരിക്കുകയാണെന്ന്. സത്യം പറഞ്ഞാൽ എൻ്റെ മുന്നിലൊരു ജീവനില്ലാത്ത ക്യാമറയും 2 ലൈറ്റുകളും പുറകിലുള്ള ലൈറ്റും ഇതൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേ ഈ വീഡിയോ കാണുന്ന ഒരു മനുഷ്യരും ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഞാൻ എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല. ഇപ്പോൾ ഏകദേശം ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് 27 മിനിറ്റും 8 സെക്കൻഡുമാണ് ആയിരിക്കുന്നത്. ഏകദേശം 5, 6, 7, 8 പ്രാവശ്യമൊക്കെ ഞാൻ ടേക്ക് എടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ കാണുന്നത് ഫൈനൽ ആയിട്ടുള്ള പെർഫെക്റ്റ് പ്രോഡക്റ്റ്. അതായത് ഈ 26 മിനിറ്റിൽ ആളുകൾക്ക് കണ്ടു കഴിഞ്ഞാൽ അയ്യേ കൊള്ളില്ല എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ എടുത്ത് മാറ്റി ഫൈനൽ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ്. യെസ്, ആൾക്കാരുടെ മുന്നിൽ നല്ല വശങ്ങൾ മാത്രം കാണിച്ച് നമ്മൾ പെടുന്ന കഷ്ടപ്പാടുകളൊന്നും കാണിക്കാതെ ജീവിക്കുന്ന ഒരു ലൈഫാണ് യൂട്യൂബിൽ. ഈ ഒരു കാര്യം സഹിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ യൂട്യൂബിലേക്ക് വന്നാൽ മതി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അൺബോക്സിംഗ് വീഡിയോ ഇട്ടുന്നതിൻ്റെ താഴെ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നു, ബ്രോക്ക് ഈ ഫോൺ ഫ്രീ ആയിട്ടാണോ കിട്ടുന്നത്? എന്തായാലും നിങ്ങൾക്കൊക്കെ ഫോണുകൾ ഫ്രീ ആയിട്ട് കിട്ടുന്നു, ഒരുപാട് കാശ് കിട്ടുന്നു, എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? ഒരു യൂട്യൂബർ ആയാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നവരും നമ്മളോടൊക്കെ കുറച്ച് അസൂയ തോന്നുന്നവരും ഉണ്ടാവും. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്താണ് എനിക്ക് ഇപ്പോഴേലും കുറച്ചുകൂടി കൂടുതൽ ഫണ്ണായിട്ട്, കുറച്ചുകൂടി കൂടുതൽ ഹാപ്പിനെസ് ലഭിച്ചിരുന്നത്. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ മുന്നിലധികം കാഴ്ചക്കാരില്ല, സബ്സ്ക്രൈബേഴ്സ് ഇല്ല, എന്തിനും നമ്മുടെ വീഡിയോസിന് വ്യൂസും കാര്യങ്ങളൊന്നുമില്ല. സോ നമ്മൾക്ക് എന്താണ് സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നത് അത് മാത്രം നമ്മൾ ഇടുന്നു. ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു വീഡിയോ തന്നെ കണ്ട് സന്തോഷിക്കുന്നു. പക്ഷേ നിങ്ങൾ യൂട്യൂബ് ഒരു ഫുൾ ടൈം കരിയർ ആയിട്ട് എടുത്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സും വ്യൂവർ ബേസും കൂടി കഴിഞ്ഞാൽ, പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് കളയാം. ബ്രോ, എങ്ങനെയാണ് ഓരോ വീഡിയോ തോറും കിഡ്ലനായിട്ടുള്ള കോണ്ടന്റ് കൊണ്ടുവരുന്നത്? എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഐഡിയാസ് കിട്ടുന്നത്? എങ്ങനെയാണ് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് തംബ്നെയിൽസ് എഡിറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യുന്നത്? ഇങ്ങനെ 100 കൂട്ടം ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരുമെങ്കിൽ നമ്മൾ യൂട്യൂബേഴ്സിന്റെ മനസ്സിലുള്ള ഒരേ ഒരു തോട്ട് എന്ന് പറയുന്നത്, ഓക്കെ, ഇനി 2 ദിവസം മാത്രമേ ഉള്ളൂ അടുത്ത വീഡിയോ ഇടാനായിട്ട്, നല്ലൊരു ടോപ്പിക് കണ്ടുപിടിക്കണം, നല്ല കോണ്ടന്റ് കണ്ടുപിടിക്കണം, വ്യൂവേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യണം, നല്ല വ്യൂസ് കിട്ടണം, ലൈക്സ് കിട്ടണം, സബ്സ്ക്രൈബേഴ്സിനെ കിട്ടണം. സോ എന്ത് ചെയ്യും എന്നിങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആൻഡ് വൺസ് നിങ്ങളുടെ വീഡിയോയുടെ തംബ്നെയിൽ പ്രസന്റേഷൻ ക്വാളിറ്റിയൊക്കെ ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഒരിക്കലും അത് ഡൗൺഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരൊറ്റ യൂട്യൂബർമാർ പോലും നിങ്ങളോട് ഈ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ലോകത്തിലെ വൺ ഓഫ് ദ മോസ്റ്റ് സ്ട്രെസ്ഫുൾ ജോബ് യൂട്യൂബാണ്. വേറെ ഏതൊരു ജോബ് നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ, നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടുന്നത് നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നു എന്നുള്ളത് ബേസ് ചെയ്തിട്ടാണ്. ആൻഡ് ഇൻ കേസ് നിങ്ങൾക്ക് ആ ഒരു എഫേർട്ട് ഇടാൻ പറ്റിയില്ലെങ്കിലും ഒരു മിനിമം പേയ്മെന്റ് എന്തായാലും കിട്ടും. പക്ഷേ യൂട്യൂബിൻ്റെ കാര്യത്തിൽ അതൊന്നുമല്ല. നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇട്ട് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാലും ആ ഒരു വീഡിയോ നന്നായിട്ട് പെർഫോം ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളതെല്ലാം യൂട്യൂബിൻ്റെ അൽഗോരിതത്തിലും വ്യൂവേഴ്സിൻ്റെ മൈൻഡിലുമാണുള്ളത്. സോ നിങ്ങൾ ഒരു ദിവസം മുഴുവനും ഉറക്കമൊഴിച്ച് എന്ന വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യൂസ് കിട്ടില്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പണവും കിട്ടില്ല. ഇപ്രാവശ്യം ഞാൻ എന്തുകൊണ്ടാണ് WWDC 2022 വീഡിയോ ചെയ്യാത്തത് എന്ന് കുറച്ച് ആൾക്കാർ ചോദിച്ചിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഗൂഗിൾ ഇവന്റ് നടന്ന സമയത്ത് നമ്മൾ രാത്രി ഉറക്കമൊഴിച്ച് കണ്ട് എഡിറ്റ് ചെയ്ത് വീഡിയോ നൈറ്റ് തന്നെ ഫസ്റ്റ് പബ്ലിഷ് ചെയ്തപ്പോൾ ഒറ്റ മനുഷ്യനും കണ്ടില്ല. പക്ഷേ നെക്സ്റ്റ് ഡേ മറ്റ് ചാനലുകളെല്ലാം പബ്ലിഷ് ചെയ്തപ്പോൾ അവരുടെയൊക്കെ വീഡിയോസ് നല്ല രീതിയിൽ റീച്ചായി. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നൈറ്റൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ ഒറ്റ മനുഷ്യൻ തിരിഞ്ഞു നോക്കിയില്ല. സോ നിങ്ങളൊരു നോർമൽ ജോബാണ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ, രാവിലെ 9 മണിക്ക് തുടങ്ങി വൈകുന്നേരം 5 മണി 6 മണിയോടുകൂടി നിങ്ങളുടെ ജോലി തീർന്നു കഴിഞ്ഞാൽ ഡൺ. പിന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഫാമിലിയിൽ വരുന്നു, ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നു, വളരെ എളുപ്പം. പക്ഷേ യൂട്യൂബിനകത്തുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഫിക്സഡ് ടൈം ഇല്ല. നിങ്ങൾക്ക് ഒരിക്കലും യൂട്യൂബിൽ വർക്ക് നിർത്താനായിട്ട് പറ്റില്ല. പലരും എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ്, ബ്രോ യൂട്യൂബിനകത്ത് നിങ്ങളുടെ മുകളിലൊരു മാനേജർ ഇല്ലല്ലോ, നിങ്ങൾക്കൊരു ബോസ് ഇല്ലല്ലോ, ആരെയും പ്രീതിപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് സമാധാനമായിട്ട് പണിയെടുത്തൂടെ എന്ന്. പക്ഷേ യൂട്യൂബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ യൂട്യൂബിൽ ഒരു ബോസും മാനേജർ ഇല്ലെങ്കിലും നിങ്ങളെ മാക്സിമം സ്ട്രെസ് ചെയ്യിപ്പിച്ച് മാക്സിമം വീഡിയോസ് നിങ്ങളെ കൊണ്ട് പണി എടുപ്പിക്കുക എന്നുള്ള രീതിയിലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഡെയിലി വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചാനൽ ഒരു മാസത്തേക്ക് ഒരു ബ്രേക്ക് എടുത്തു, വെക്കേഷന് പോയി, അതിനുശേഷം തിരിച്ചു വന്നിട്ട് വീഡിയോ ഇടാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു റീച്ചും ഉണ്ടാവില്ല. യൂട്യൂബ് തൂക്കിയെടുത്ത് പുറത്തിടും. അതുപോലെ തന്നെ സപ്പോസ് എനിക്ക് വയ്യ, എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്ന ഒരു സ്ഥിതിയിലല്ല, പനിയാണ്, ചുമയാണെന്ന് വിചാരിക്കുക, ആ സമയത്ത് ഞാൻ വീഡിയോ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അയ്യോ ആ ക്രിയേറ്ററിന് പനിയാണല്ലോ, സാരമില്ല, നമുക്ക് അന്നത്തെ ദിവസം പേയ്മെൻറ്റ് കൊടുക്കാമെന്ന് യൂട്യൂബ് ചിന്തിക്കുകയൊന്നുമില്ല. വീഡിയോ ഇടുന്നുണ്ടോ, നിങ്ങൾക്ക് കാശ് തരാം, വീഡിയോ ഇടുന്നില്ലേ, അപ്പോൾ വേറെ പണി നോക്കും. നിങ്ങൾ പലപ്പോഴും യൂട്യൂബിൽ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞൊരു കാര്യം കണ്ടിട്ടുണ്ടാവും. ഇവൻ നമ്മുടെ ചാനലിലും ഒരു ജോയിൻ ബട്ടൺ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഒറ്റ മനുഷ്യനും ആ ഒരു ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാറില്ല. കാരണം ആൾക്കാരെ മൈൻഡ് വിചാരിക്കുന്നത് ഇവൻ്റെയൊക്കെ വീഡിയോ ഞാൻ എന്തിനു പൈസ കൊടുത്ത് കാണണം, ഒന്നാമത്തെ അഡ്വർടൈസ്മെൻറ്റ്സ് കാണുന്നുണ്ട്, അതിൻ്റെ മുകളിൽ ഇവന് പൈസയും കൂടെ കൊടുക്കണം. പക്ഷേ സത്യത്തിൽ മെമ്പർഷിപ്പുകൾ വെച്ചിരിക്കുന്നത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു ദിവസം നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്ന് ഒരാഴ്ചയൊക്കെ നമുക്ക് ബ്രേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ദിവസവും നമ്മൾ
ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ വീഡിയോസ് കാണുന്ന വ്യൂവേഴ്സ് ഉണ്ടല്ലോ നമ്മൾക്ക് താങ്ങായിട്ട്, അവർ നമ്മൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടല്ലോ, ആ ഒരു എമൗണ്ട് വെച്ചെങ്കിലും നമുക്ക് സർവൈവ് ചെയ്യാം എന്നുള്ളൊരൊറ്റ കൺസെപ്റ്റിലാണ് മെമ്പർഷിപ്പ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഒറ്റ മനുഷ്യനും ആ ഒരു കാര്യം റെസ്പെക്റ്റ് പോലും ചെയ്യുന്നില്ല. യൂട്യൂബിൽ നിങ്ങളൊരു ചാനൽ തുടങ്ങി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും കേട്ട് പരിചയമുള്ളൊരു കാര്യമായിരിക്കും യൂട്യൂബ് സ്റ്റുഡിയോ. യൂട്യൂബ് സ്റ്റുഡിയോ എന്താണ് എന്നറിയില്ലെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോസ് ഇടുന്ന സമയത്ത് ആ ഒരു വീഡിയോസിൻ്റെ വ്യൂസ് എത്രയാണ്, പെർഫോമൻസ് എത്രയാണ്, എത്ര രൂപയാണ് ലഭിക്കുന്നത്, എത്ര പേരുടെ മുന്നിൽ വന്നു, എത്ര ലൈക്ക് അടിച്ചു, എത്ര കമൻറ്റ് അടിച്ചു, ഇതൊക്കെ കാണാൻ പറ്റുന്ന ഒരു അനലറ്റിക്സ് വെബ്സൈറ്റ് ആണ്. എന്നാൽ യൂട്യൂബ് സ്റ്റുഡിയോ തുറക്കുമ്പോൾ ഫസ്റ്റ് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് ആണ്. ആൻഡ് അതിൻ്റെ താഴെ നിങ്ങൾ ഈ മാസം എത്രത്തോളം പൈസയാണ് ഉണ്ടാക്കിയത് എന്നാണ്. ഈ മാസം എത്ര പൈസയാണ് ഉണ്ടാക്കിയത് എന്ന് മാത്രമല്ല, കഴിഞ്ഞ മാസത്തേലും ഈ മാസം എത്ര രൂപയാണ് ഉണ്ടാക്കിയത്, അയ്യോ കഴിഞ്ഞ മാസം ഇതിലും കൂടുതൽ കാശ് ഉണ്ടാക്കിയല്ലോ, ഈ മാസം കുറവേ പറ്റുള്ളൂ, അയ്യോ നിങ്ങൾക്ക് പണിയെടുക്കാൻ വയ്യേ എന്നുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പുറത്തെ സൈഡിൽ നിങ്ങളൊരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്ന് മാത്രമല്ല, കഴിഞ്ഞ 10 വീഡിയോസ് വെച്ചിട്ട് ഈ ഒരു വീഡിയോയുടെ പെർഫോമൻസ് എങ്ങനെയാണ് എന്നും കാണിക്കും. സോ സപ്പോസ് നിങ്ങൾ ഈ കാണുന്ന വീഡിയോ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 10 വീഡിയോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 1ാം റാങ്കിലാണ് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞ് കുറേ കോൺഫെറ്റിയൊക്കെ ഇട്ട് നമ്മളെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കും. നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഡോപ്പമൈൻ എഫക്റ്റ് വരും. ഹമ്പോ, ഫൈനലി നമ്മൾ ചെയ്തൊരു വീഡിയോ സക്സസ്ഫുൾ ആയല്ലോ എന്നൊരു സന്തോഷം വരും. ഇനി നിങ്ങൾ അടുത്ത വീഡിയോ ഇടുന്ന സമയത്ത് ഈ ഒരു വീഡിയോയിലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഇട്ടില്ല എങ്കിൽ യൂട്യൂബ് നിങ്ങളെ കരണത്തടിച്ച മാതിരി അവിടെ എഴുതി കാണിക്കും, നിങ്ങളുടെ വീഡിയോ ഒന്നും പെർഫോം ചെയ്യുന്നില്ല, കഴിഞ്ഞ ദിവസം നിങ്ങൾ ഇതിലും ബെറ്റർ ആയിട്ടുള്ള വീഡിയോ ഉണ്ടാക്കി, ഈ പൊട്ട വീഡിയോ ഒറ്റ മനുഷ്യൻ പോലും കാണുന്നില്ല, എന്ത് പറ്റി രമണ, നിങ്ങൾക്ക് പണിയെടുക്കാൻ പറ്റില്ലെങ്കിൽ വേറെ പണിക്ക് പോകും എന്നുള്ള രീതിയിലാണ് യൂട്യൂബിൻ്റെ സ്റ്റുഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. വെറുതെ അല്ല, യൂട്യൂബിലാണ് ലോകത്തിൽ തന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ബെസ്റ്റ് ഡേറ്റ സയൻറ്റിസ്റ്റുകൾ ഉള്ളത്. ആൻഡ് യൂട്യൂബും അൽഗോരിതം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും യൂട്യൂബിലെ ക്രിയേറ്ററെ കൊണ്ട് മാക്സിമം പണിയെടുപ്പിക്കുക, മാക്സിമം വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുക, എന്നാൽ മാത്രമേ ഗൂഗിളിന് കാശ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ കാശ് കിട്ടണം, കൂടുതൽ വ്യൂസ് കിട്ടണം, കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടണമെങ്കിൽ നിങ്ങൾ കൂടുതൽ വീഡിയോസ്, കൂടുതൽ നല്ല വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കൂ എന്ന് പറഞ്ഞ് മാക്സിമം യൂട്യൂബ് നിങ്ങളുടെ തലമണ്ടയെ ഇങ്ങനെ അമർത്തി പിടിച്ച് ഇങ്ങനെ സ്ട്രെസ് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇത്രയും സ്ട്രെസ് ചെയ്യിപ്പിക്കുന്നത് മാത്രമല്ല, ഇനി യൂട്യൂബിൽ നമ്മൾ വീഡിയോ ഇട്ടു, അതിനുശേഷം നമ്മളൊരു വീഡിയോ ഒന്ന് 1000 രൂപ ഉണ്ടാക്കിയെങ്കിൽ ആ ഒരു 1000 രൂപയിൽ നിന്നും 450 രൂപ യൂട്യൂബിൻ്റെ പോക്കറ്റിലെടുത്തിട്ടും ബാക്കി 550 രൂപ ഇന്നാ പിടിച്ചോ എന്ന് പറയും നമുക്ക് തരും. സോ പണിയെടുക്കുന്ന മൊത്തം നമ്മളും കാശ് കൊണ്ടുപോകുന്നത് യൂട്യൂബും. ആൻഡ് ഇത്രയും പോരാഞ്ഞിട്ട് യൂട്യൂബ് തുടങ്ങിയ സമയത്ത് നിങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ ഓരോരോ വീഡിയോ നിങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ നമുക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്യാം, ഇങ്ങനെ ഒരു ക്യാമറ ആംഗിൾ വെക്കാം, ഇങ്ങനെ ലൈറ്റ് വെക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് വരും. പക്ഷേ കാലക്രമേണ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കൂടി വരുമ്പോൾ ഓരോ സബ്സ്ക്രൈബേഴ്സും ഓരോ തരം കോണ്ടന്റുകൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പിന്നീട് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ ഇടുന്നതിലുപരി നിങ്ങളുടെ ഓഡിയൻസിന് എന്തായിരിക്കും ഇഷ്ടപ്പെടുന്നത് എന്ന് നോക്കി ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ വ്യൂസ് വരുള്ളൂ. ഇനി ഇതിൻ്റെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ വീഡിയോ തന്നെ നിങ്ങൾ എടുത്ത് നോക്കൂ. ഈ വീഡിയോ എന്ന് പറയുന്ന ഒരു ജനറൽ ടോപ്പിക്കാണ്. ചിലപ്പോൾ എൻ്റെ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാൻ വേണ്ടി ആയിരിക്കില്ല പകുതി മുക്കാൽ ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. സോ അവരൊക്കെ താഴെ വന്ന് എന്ത് ചെയ്യും, ബ്രോ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാൻ വേണ്ടി അല്ല ഞങ്ങൾ ബ്രോയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത്, മര്യാദയ്ക്ക് നല്ല കോണ്ടന്റ്സ് ഇടൂ, ഇങ്ങനത്തെ കാര്യങ്ങൾ കാണാനല്ല, അൺസബ്സ്ക്രൈബ്. കോണ്ടന്റ് ക്ഷാമമാണെങ്കിൽ വേറെ പണിക്ക് പോകുന്നേ. നിന്റെയൊക്കെ ടെക് ചാനലാണെന്നും പറഞ്ഞിട്ടാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തത്, ഇമാരി ഉടായ്പ വീഡിയോസ് ഒന്നും ഞങ്ങൾക്ക് കാണണ്ട. നാട്ടുകാരെ പറ്റിക്കാണ്ട് വല്ല പണിക്ക് പോടാ. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID താഴെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഇവർക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം, പേഴ്സണലായിട്ട് കാര്യങ്ങൾ പറയാം. അല്ല വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കാണാതെ പോവാം, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചിട്ട് പോവാം. പക്ഷേ ഇത്തരത്തിലുള്ള കമന്റ്സ് എല്ലാം പബ്ലിക്കായിട്ട് ഇട്ടിരിക്കുമ്പോൾ ആ ഒരു കമന്റുകൾ ക്രിയേറ്റർ വായിക്കുന്ന സമയത്ത് ഇത്രത്തോളം എഫേർട്ട് ഇട്ട് രാവും പകലും ഉറങ്ങാതെ ഉണ്ടാക്കിയ വീഡിയോയുടെ താഴെ വന്നിട്ട് ആ ഒരു വീഡിയോയ്ക്ക് 1% പോലും റെസ്പെക്ട് കൊടുക്കാണ്ട്, ആ ഒരു ക്രിയേറ്ററിൻ്റെ എഫക്റ്റിന് യാതൊരു കൺസിഡറേഷനും കൊടുക്കാണ്ട് ചുമ്മാ വായി വന്ന് വിളിച്ച് നാട്ടുകാരുടെ മുന്നിൽ ഒരു മോശമാക്കി കൊണ്ടുപോകുന്നൊരു പ്രവണതയും കൂടെ കാണുമ്പോൾ ഓൾറെഡി സ്ട്രെസ് ആയിട്ടിരിക്കുന്ന ക്രിയേറ്റേഴ്സ് കുറച്ചുകൂടി സ്ട്രെസ്ഡ് ആവുന്നു. ശരിയാണ്, യൂട്യൂബിൽ നിന്ന് നമുക്ക് പണം ഉണ്ടാക്കാനായിട്ട് പറ്റും. പക്ഷേ എത്രത്തോളം പണം നമ്മൾ ലൈഫിൽ ഉണ്ടാക്കിയാലും ലൈഫ് എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. സോ ഈ യൂട്യൂബ് മേഖലയിലേക്ക് കാലെടുത്ത് വെക്കാനായിട്ട് കാത്തിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളും ഒരു യൂട്യൂബർ ആവണം എന്ന് പറഞ്ഞ ഡ്രീമുമായിട്ട് നടക്കുന്ന ചങ്കുകളും ഒരേ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക, യൂട്യൂബ് ഇസ് എ വേൾഡ്സ് മോസ്റ്റ് സ്ട്രെസ്ഫുൾ ജോബ്. ആൻഡ് യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന ക്രിയേറ്റേഴ്സ് ഏതുമായിക്കോട്ടെ, വളരെ കുറവ് സബ്സ്ക്രൈബേഴ്സ് മുതൽ വളരെ കൂടിയ സബ്സ്ക്രൈബേഴ്സും ആയിക്കോട്ടെ, അവർ ചെയ്യുന്ന പണി എന്ന് പറയുന്നത് നിസ്സാരമല്ല. അത് നിസ്സാരമായിട്ട് കാണരുത്. സോ നെക്സ്റ്റ് ടൈം നിങ്ങളൊരു യൂട്യൂബറിൻ്റെ കയ്യിൽ റിവ്യൂ ഇട്ട് കിട്ടിയത് കാണുകയോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഫ്രീ ആയിട്ട് ആ ഒരു യൂട്യൂബറിന് കിട്ടി എന്ന് കാണുകയോ ചെയ്യുമ്പോൾ അതിൽ അസൂയപ്പെടുന്നതിലും ഭേദം ആ ഒരു കാര്യത്തിൻ്റെ പുറകിൽ പോയിരിക്കുന്ന എഫേർട്ട് എത്രയാണ് എന്നൊന്ന് ചിന്തിച്ച് മാത്രം നോക്കുക. യെസ്, അത്രയുള്ള ഈ ഒരു വീഡിയോ ആണ്. നമ്മൾ 500K സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ്. സോ ഞാനും വിചാരിച്ചു ഓക്കെ നമുക്കിനി സബ്സ്ക്രൈബേഴ്സുമായിട്ട് കുറച്ച് കാര്യങ്ങൾ പേഴ്സണലി ഷെയർ ചെയ്യാം. ആൻഡ് അതാണല്ലോ ഒരു ഓത്തൻറ്റിക് ആയിട്ടുള്ള ചാനൽ എന്ന് പറയുന്നത്. നമ്മളും സബ്സ്ക്രൈബേഴ്സും നമ്മളോടൊരു ബന്ധമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ചാനൽ നടത്തുന്നതിലും കാര്യമില്ല. സോ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.